പത്തനംതിട്ട തിരുവല്ലയിൽ KSRTC ബസ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞായറാഴ്ച രാത്രി 10:30 ബസ് കടത്താൻ ശ്രമിച്ചത്. ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് മോഷണ ശ്രമം തടഞ്ഞു. പ്രതി ആഞ്ഞിലിത്തനം സ്വദേശി ജെബിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ ഈ പ്രതി? അതല്ല കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വണ്ടി കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നയാളാണോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം പ്രവീൺ? അരുൺ, തിരുവല്ല KSRTC സ്റ്റാൻഡിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന KSRTC ഓർഡിനറി ബസ് തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമം നടന്നത്. ആഞ്ഞിലിത്താനം സ്വദേശി ജെബിൻ എന്ന് പറയുന്ന ആൾ രാത്രി 10:30 ഈ KSRTC ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുകയും വണ്ടി സ്റ്റാർട്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഇത് ശ്രദ്ധിച്ച അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഓടി ബസ്സിനകത്ത് കയറി. ഒരു ജീവനക്കാരൻ ബസ്സിനകത്ത് കയറി ഈ ഡ്രൈവർ സീറ്റിലിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയ ജെബിൻ്റെ കൈ തടഞ്ഞു. അതിനുശേഷം ഈ പുറത്തുള്ള ആളുകളും ബഹളം വെച്ചു. ഉടനെ തന്നെ തിരുവല്ല പോലീസിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞു. തിരുവല്ല DYSP അഷാദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി. മല്ലപ്പള്ളിയിലേക്ക് ബോർഡ് വെച്ച KSRTC ബസ്സായിരുന്നു ഇത്. ഇന്ന് പുലർച്ചെയാണ് യഥാർത്ഥത്തിൽ ഈ ബസ് മല്ലപ്പള്ളി റൂട്ടിലേക്ക് അതിൻ്റെ റൂട്ട് നിശ്ചയിച്ചിരുന്നത്. ഈ മല്ലപ്പള്ളി ഭാഗത്തേക്ക് പോകാനായിട്ടാണ് ഈ ജെബിൻ അവിടെ എത്തിയത്. ഇയാൾ നല്ല മദ്യലഹരിയിലുമായിരുന്നു. ഈ രാത്രി 10:30 സമയത്ത് മല്ലപ്പള്ളിയിലേക്ക് തിരുവല്ല സ്റ്റാൻഡിൽ നിന്നും ബസ് ഇല്ല, KSRTC സർവീസ് ഇല്ല. ഒരുപക്ഷെ ആ ഒരു സമയത്ത് മല്ലപ്പള്ളിയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുകയും ബസ് ഓടിച്ചു കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയതുമായാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ പ്രതിയെ ജെബിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജെബിന് മല്ലപ്പള്ളിയിലോട്ട് പോകണം. മല്ലപ്പള്ളിയിലേക്ക് പോകാൻ പത്തനംതിട്ടയിൽ രാത്രിയിൽ നിന്ന് ബസ്സില്ല. അപ്പോൾ മല്ലപ്പള്ളി ബോർഡ് വെച്ച ബസ്സിലേക്ക് ജെബിൻ ചെല്ലുന്നു. ബസ് ഡ്രൈവറായിട്ട് കയറിയിരുന്ന് വണ്ടി എടുത്തുകൊണ്ട് മല്ലപ്പള്ളി പോകാനായിട്ട് ശ്രമിക്കുന്നു. ഇത്രയും നടന്നിട്ടുള്ളൂ എന്നാണ് ജെബിൻ പറയുന്നത്. പക്ഷേ അത് ബസ് തട്ടിക്കൊണ്ടുപോകലായിട്ടാണ് പോലീസുകാർ കണക്കാക്കുക, നമ്മളും കണക്കാക്കുക.